ആട്ടം നിലക്കുന്ന മുന്നേ മുറി പൂട്ടിക്കൊണ്ടെല്ലാരും കൂടും ശഫാഅത്തിൻ കോമള കാഴ്ചയ്ക്കായെന്നേ വന്ന് കോട്ടം വരുത്തല്ലേ പൊന്നേ മോചനം നൽകന്റെ മീമേ അങ്ങ് 1,24,000 മുന്നും മുഖീമായ മീമേ മോചനം നൽകന്റെ മീമേ. ഈ പാട്ടുകൊണ്ട് എന്താ സന്മാനിയ ഉണ്ടാക്കി? ഇതില് 1,24,000 തന്നില്ലേ കണക്ക്. 1,24,000 പ്രവാചകന്മാർ ഈ ലോകത്ത് കടന്നു വന്നിട്ടുണ്ട്. അതിന്റെ മുന്നും ഒക്കെ പറഞ്ഞാല് ആദ്യമാണ് നബി, അവസാനമാണ് നബി. അല്ലാഹു റസൂൽ പറഞ്ഞു, ഞാൻ ഈ ലോകത്തിന്റെ തുടക്കാണ്. അഥവാ ആദം നബി അലൈഹി സ്വലാമിനോട് മുമ്പ് എന്റെ നൂറിന് അള്ളാഹു പഠിച്ചു. അവന്റെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറിന് ഒരു പ്രകാശത്തെ ഈ ആകാശത്ത് പഠിച്ചു വെച്ച് ആദനബി സൃഷ്ടിച്ചപ്പോൾ ആദനബി ചോദിച്ചു, നബി തിളങ്ങുന്ന നക്ഷത്രം ഏതാണ്? അപ്പൊ ആദനബി അള്ളാഹു പറഞ്ഞു ആദനബിനോട്, ഇത് ഇനി വരാൻ പോകുന്ന ഒരു നബിയാണ്, ആ നബിയുടെ നൂറാണ്. എല്ലാവരും വാഴ്ത്തിയ നബിയാണ് ആ മീം. മുഹമ്മദ് എന്ന മീമാണ്. മീം ദാലെ മീം മീം ദാലെ സല്ലല്ലാഹ് മീം ഹാ മീം മീം ദാലെ സല്ലല്ലാഹ്. അപ്പൊ ആ മുഹമ്മദ് എന്ന് പറയുന്ന ആ പദം എല്ലാവരും സ്തുതിക്കപ്പെട്ടു എന്നതിനർത്ഥം. ആ സ്തുതിക്കപ്പെട്ട പദം പിന്നീട് ഈ ലോകത്തേക്ക് കടന്നു വന്നു. ആ നബിയോടാണ് നമ്മൾ പറയുന്നത് മോചനം നൽകി. എല്ലാത്തിനും നമ്മുടെ എല്ലാ അവസ്ഥകളും മാറ്റം വരുത്തിയത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മോചനമാണ് അവിടെ പറയുന്നത്. പിന്നെ പറയുന്നു, നമ്മളെ എല്ലാവരും കൂടും കത്തുന്ന മഹ്ശറയിൽ ഈ ഒരു സൂര്യന്റെ ചാരങ്ങനെ നിൽക്കുമ്പോൾ ഒഴുകി ഒലിക്കുമ്പോൾ നമ്മളെ ഷഫാഅത്ത് അള്ളാഹുവിനോട് അവിടെ വേറെ ആരും ഒരു കളിക്കാരനോ ഫാൻ ബേസിലോ ഒരു ടീമോ ആരായാലും ലോകം മനുഷ്യ എല്ലാ ഭരണാധികാരിയായാലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഈ വിചാരണ നടത്തണം. പഠിച്ചവനെ നന്മ തിന്മകളെ തൂക്കിയിട്ട് ആളുകളെ സ്വർഗ നരകത്തിലേക്ക് ആക്കണം എന്ന് പറയുന്നത് ആരായിരിക്കും? അള്ളാഹുവിന്റെ മുമ്പിലെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് കോമള കാഴ്ചക്കായ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ കാഴ്ച. ആ ഒരു കാഴ്ച ഷഫാഅത്ത് എന്ന് പറയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം